മകളെ, ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക്, വചനമാകുന്ന യേശു നമ്മുടെ പക്കലേക്ക് വരികയാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവും പുതിയ കരുണയുമായി നമ്മുടെ അടുക്കലേക്ക് എന്തിനാണ് വരുന്നത്? അത് സങ്കീർത്തനൻ ഇതാ വെളിപ്പെടുത്തി തരുന്നു. സങ്കീർത്തനം 21:3 വാക്യം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടമണിയിച്ചു. കണ്ടോ, അനുഗ്രഹങ്ങളുമായി വരുന്നു. മാത്രവുമല്ല, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിക്കുകയാണ്. എപ്പോഴും നമ്മുടെ വഴികളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ വികാരങ്ങളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് നമ്മെ പരിശോധിക്കുവാനായി ഈശോ വരുന്നതോടൊപ്പം തന്നെ തങ്കക്കിരീടം അണിയിക്കാൻ കൂടിയാണ് നമ്മുടെ പക്കലേക്ക് വരുന്നത്. സാവൂളിനും സോളമനും യൂദാസിനും വഴിതെറ്റിപ്പോയി. നമുക്കും സംഭവിച്ചുകൂടെ? നമ്മുടെ ആത്മാവിനെ കിരീടമണിയിക്കാൻ, മുത്തമിടാനായിട്ട് ദൈവം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയിലൂടെയാണ്. ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് വിവേകം, വിവേചനം. അതുകൊണ്ട് ചില ആളുകളുടെ ഉള്ളിലേക്ക് പിശാച് കടന്നു വരുന്നത് ബുദ്ധിയെ അന്ധമാക്കിക്കൊണ്ടാണ്. പിശാച് ബുദ്ധിയെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ളതിന് സംശയമില്ല. ബുദ്ധി നശിച്ചാൽ വിവേകം പോയി, പിന്നെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അതിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കൃപയും നഷ്ടപ്പെടും. ഇങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത്. മാതാപിതാക്കൾക്കെതിരായി ചിന്തിക്കുന്നു, സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു, തനിക്കെതിരായി തന്നെ പ്രവർത്തിക്കുന്നു. കാരണം പിശാച് ബുദ്ധിയിലേക്ക് കടന്നു വന്ന് അന്ധകാരം വിതയ്ക്കുകയാണ്. ദൈവം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത് തങ്കക്കിരീടമണിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രാർത്ഥിച്ചൊരുങ്ങണം, ഇന്ദ്രിയ നിഗ്രഹം നടത്തണം, കുരിശൻ്റെ വഴി നടത്തണം, കരുണയുടെ പ്രാർത്ഥന ചെല്ലണം. ഇതിലൂടെ ഈ കിരീടം നമ്മൾ നിർബന്ധപൂർവ്വം ഏറ്റുവാങ്ങുവാനായിട്ട് ശ്രമിക്കണം. കർത്താവ് എന്നെ തേടിയാണ്, നിന്നെ തേടിയാണ്, ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ച ഓരോരുത്തരും തേടിയാണ് കടന്നു വരുന്നത്. എന്തിനു വേണ്ടി? തങ്കക്കിരീടമണിയിക്കാൻ, കർത്താവിൻ്റെ മുമ്പിലെ രാജകുമാരന്മാരും രാജകുമാരികളുമായി മാറ്റുവാൻ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതായി ഈശോ അനുഗ്രഹമായി വന്നു നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.